നമുക്കിന്നേ പപ്പായ കൊണ്ട് നല്ലൊരു മിൽക്ക് ഷേക്ക് ഉണ്ടാക്കിയാലോ. നല്ല പഴുത്ത പപ്പായ കിട്ടിയിട്ടുണ്ട്. ചൂടത്ത് കഴിക്കാൻ വളരെ നല്ലതല്ലേ, നല്ല ടേസ്റ്റും അല്ലേ. അപ്പോൾ ഒരു പകുതി പപ്പായ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പകുതി ഇന്നലെ വെറുതെ കഴിച്ചു, ബാക്കി ഫ്രിഡ്ജിൽ വെച്ചതാണേ. ഇപ്പം എന്നാൽ പിന്നെ ഇതുപോലെ കഴിക്കാൻ എടുക്കുമ്പോൾ വിചാരിച്ചോ, ഇതുപോലെ ഒന്ന് ജ്യൂസ് അടിക്കുവാണെങ്കിൽ നല്ലതല്ലേ. ഇതുപോലെ കഴിക്കാൻ കൊടുത്താൽ ആർക്കും വേണ്ടാന്നേ പറയുള്ളൂ. എന്നാൽ പിന്നെ ഷേക്ക് അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുരുവും തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി പീസുകളാക്കി മിക്സിയിലേക്ക് ഇട്ടു. നല്ല ടേസ്റ്റുമാണ്, നല്ല ഗുണവും അല്ലേ പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്നതിനേക്കാളും. അപ്പോൾ അതിനകത്ത് കുറച്ച് ഡേറ്റ്സും കൂടെ ചേർത്തു. പിന്നെ ഒരു ചെറുപഴം ചേർക്കുന്നുണ്ട്. ഒരു കഷ്ണം ക്യാരറ്റ് വേവിച്ച് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് ഗുണവും കൂടെ കൂടും, ടേസ്റ്റും ഗുണവും ഒക്കെ കൂടും. പിന്നെ മധുരത്തിന് 1 സ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് മധുരം എത്രയും വേണ്ടിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. പാല് തിളപ്പിച്ചാറ്റിയ പാലാണ് എടുത്തത്. എനിക്ക് തണുപ്പ് അത്ര ഇഷ്ടം കുറവാണ്, അതുകൊണ്ടാണ്. നിങ്ങൾക്ക് നല്ല ഐസ് ക്യൂബ്സൊക്കെ ഇട്ട് നല്ല ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച പാൽ ഉപയോഗിക്കാം. വെള്ളം അടിച്ചെടുത്ത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് അണ്ടിപ്പരിപ്പ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തു. നല്ല അടിപൊളി ഒരു ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടോ എന്ന് പറയണേ. താങ്ക് യു.